നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് വേദന അനുഭവപ്പെടാം, കാലിൽ മസിൽസ് കോച്ചി പിടിക്കുക, ഇടയ്ക്കിടയ്ക്ക് കിടന്നുറങ്ങുന്ന ടൈമിൽ മസിൽസ് കോച്ചി പിടിച്ച് എഴുന്നേൽക്കുക, ജോയിൻറ്റ് പെയിൻസ് അവിടെ ആയിട്ട് പേശികളിലെ വേദന, ജോയിൻറ്റ് പെയിന്, ഇതൊക്കെ സ്ഥിരമായിട്ട് അനുഭവിക്കുന്നവർ കേൾക്കുന്ന ഒന്നാണ്. കാൽഷ്യം സപ്ലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറും എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. ശരിക്കും കാൽഷ്യം സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഭക്ഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അത് തിരിച്ചെടുക്കാനായിട്ട് പറ്റുമോ? ഈ കാൽഷ്യം സപ്ലിമെൻ്റ് ഇല്ലാണ്ട് ഭക്ഷണത്തിൽ തന്നെ കാൽഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മുടെ ജോയിൻറ്റ് പെയിൻസും അതേപോലെ തന്നെ ചെറിയ തോതിലുള്ള നീർക്കെട്ടുകളും നമ്മൾ മസിൽ ക്രാംസ് എന്നൊക്കെ പറയുന്ന കോച്ചി വലിപ്പ്, ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റുമോ? ഇതിൻ്റെ കൂടെ എന്തൊക്കെ സപ്ലിമെൻ്റാണ് കൂടെ എടുക്കേണ്ടത്? അങ്ങനെ എടുത്താൽ അത് ശരിക്കും വർക്കാകുമോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. മസിൽസിലെ കോച്ചി വലിപ്പ് പലപ്പോഴായിട്ട് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഒരേപോലെ ഈ ഒരു മസിലിൻ്റെ കോച്ചി വലിപ്പ് കാണപ്പെടാറുണ്ട്. അതേപോലെ തന്നെ ജോയിൻറ്റ് പെയിൻസ്, പലവിടെയായിട്ട് ജോയിൻറ്റ് പെയിൻസ്. അപ്പോൾ പൊതുവേ നമ്മൾ ജോയിൻറ്റുകളിൽ വേദന വരുമ്പോഴേക്കും നമ്മൾ കാൽഷ്യം സപ്ലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറും എന്നാണ് ധാരണ. പലരും അത് കാൽഷ്യം സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാറുമുണ്ട്. ശരിക്കും കാൽഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്, അതെടുത്താൽ തന്നെ മതിയാവും. എന്നാലും എല്ലായ്പ്പോഴും കാൽഷ്യം അടങ്ങിയ ഭക്ഷണം മാത്രം കഴിച്ചതുകൊണ്ട് ചിലപ്പോൾ റിസൾട്ട് കിട്ടില്ല. നമ്മളിപ്പോൾ ജോയിൻറ്റ് പെയിൻസ് പറഞ്ഞല്ലോ, അവിടെ എവിടെയായിട്ട് ജോയിൻറ്റ് പെയിൻസ്, ചിലർക്ക് ഫൈബ്രോമയാൽജിയ എന്നുള്ളൊരു കണ്ടീഷൻ, മറ്റു ചിലർക്ക് അതായത് ഇപ്പോൾ 50 കഴിഞ്ഞ സ്ത്രീകളിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് മെനോപോസോടുകൂടി അനുബന്ധിച്ച് അവർക്ക് കാൽഷ്യം ലെവൽ കുറഞ്ഞു വരും. ഈ കാൽഷ്യം ലെവലും എസ്ട്രജനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതായത് എസ്ട്രജൻ നമ്മുടെ സ്ത്രീ ഹോർമോൺ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അണ്ടാശയത്തിൽ നിന്ന് പ്രോപ്പറായിട്ട് ചുരുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ, അത് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽഷ്യം ഉണ്ടാവുമല്ലോ, അത് വലിച്ചെടുക്കാനായിട്ട് സഹായകരമാക്കുന്ന ഒരു ഹോർമോൺ കൂടിയാണ് ഈ എസ്ട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു എസ്ട്രജൻ്റെ ഹോർമോണിൻ്റെ ലെവൽ കുറയും തോറും ഈ കാൽഷ്യത്തിൻ്റെ ലെവലും കുറയും. അതുകൊണ്ടാണ് 40-50 കഴിഞ്ഞ സ്ത്രീകളിൽ കൂടുതലായിട്ടും ഈ മെനോപോസോടനുബന്ധിച്ച് വരുന്ന സ്ത്രീകളിൽ എല്ല് തേയ്മാനം, ജോയിൻറ്റ് പെയിൻസ്, മസിലിൻ്റെ കോച്ചി വലിപ്പ്, ഇതൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കാൽഷ്യം ഭക്ഷണം മാത്രം കഴിച്ചാൽ പോരാ. കാൽഷ്യം പൊതുവെ കഴിക്കുന്ന ടൈമിൽ നമ്മൾ പറയാറുണ്ട്, അതുപോലെ ഇപ്പോൾ അയണിൻ്റെ ഗുളിക കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കാൽഷ്യം കഴിക്കരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഭക്ഷണം ഉണ്ട്, ചില ഫുഡുകളിൽ കൂടുതലായിട്ടും കാൽഷ്യം അധികം അടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മളെല്ലാം പറയാറുണ്ട് പാല് എന്ന് പറഞ്ഞ്. പക്ഷേ ചിലർക്ക് മിൽക്ക് ഇൻടോളറൻസ് കാണാറുണ്ട്. അതായത് പാല് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോൾ, എസ്പെഷ്യലി പാൽ അങ്ങനെ കഴിക്കുമ്പോൾ പ്രശ്നം കാണാറുണ്ട്. എന്നാൽ തൈരും മോരും അല്ലെങ്കിൽ ചീസൊന്നും അധിക തോതിൽ പ്രശ്നം വരാറില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പനീർ നല്ല ഒരു സോഴ്സാണ്. അതുപോലെ നമ്മൾ കാൽഷ്യം, നമുക്ക് ഒരു ദിവസത്തിന് വേണ്ട കാൽഷ്യം എന്ന് പറയുന്നത് 1 കപ്പ് തൈരിൽ അതിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് പാലുൽപ്പന്നങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ടൊഫു എന്ന് പറയുന്ന സോയയുടെ പ്രോഡക്റ്റ്, സോയാബീനിൽ നിന്ന്, സോയാ പാലിൽ നിന്ന് എടുക്കുന്നത്, അതും കാൽഷ്യം അധികം അടങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ ഇലക്കറികൾ, ചീരകൾ, അത് മുരിങ്ങയില, അതിൻ്റെ കാൽഷ്യത്തിൻ്റെയും അയണിൻ്റെയും മെയിൻ ഉറവിടം എന്നൊക്കെ പറയും. അപ്പോൾ കാൽഷ്യം അധികം അടങ്ങിയിട്ടുണ്ട് അതിൽ. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എല്ലിൻ്റെ ബോൺ സൂപ്പൊക്കെ നമ്മൾ ഇപ്പോൾ മട്ടൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും ബോൺസിൻ്റെ, എല്ലുകളുടെ സൂപ്പ് എടുക്കുന്നതും അതും നമുക്ക് വളരെ എഫക്റ്റീവാണ്. പിന്നെ ചെറുമത്സ്യങ്ങളിൽ അധികം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. വലിയ മീനുകളിൽ കൂടുതലായിട്ടും മെറ്റൽസിൻ്റെ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് അത്ര ഹെൽത്തി അല്ല. എന്നാൽ ചെറുമത്സ്യങ്ങളായിട്ടുള്ള മത്തി, അയല, ചൂര, ഇതൊക്കെ വളരെ ഇഫക്റ്റീവാണ്. ഇത് മുള്ളോടുകൂടി എടുക്കുന്നത് കുറച്ചുകൂടി ഇഫക്റ്റീവാണ്. അപ്പോൾ ഇത് നമുക്ക് ശരീരത്തിലെ കാൽഷ്യം ലെവൽ കൂട്ടാനും ഹെൽപ്ഫുള്ളാണ്. ഒമേഗ-3 ഫാറ്റി ആസിഡും അധികം അടങ്ങിയിട്ടുള്ളതാണ്. എന്നാൽ ഭക്ഷണത്തിൽ ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും ചിലപ്പോൾ ജോയിൻറ്റ് പെയിൻസ് മാറുന്നില്ല, കാൽഷ്യം ലെവൽ കൂടി കാണുന്നില്ല എന്ന് പലരും കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാൽഷ്യം മാത്രം കഴിച്ചാൽ പോരെ. കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമായിട്ടുള്ള ഒരു ആൾ, അതായത് വൈറ്റമിൻ ഡി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ ഡി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 20 നാനോഗ്രാം പെർ ഡെസിലിറ്റർ, അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇൻസഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ചിലർക്ക് അത് 5, 15 അങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അവരിലൊക്കെ വൈറ്റമിൻ ഡി പറ്റ് ലോ ആയിരിക്കും. അപ്പോൾ വൈറ്റമിൻ ഡിയും കൂടെ കഴിച്ചിട്ടുണ്ട് കാൽഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം. ഇതിൻ്റെ കൂടെ തന്നെ മഗ്നീഷ്യം, ഇത് മൂന്നും ഒരു ട്രാക്കിലാണ്. അതായത് വൈറ്റമിൻ ഡി, കാൽഷ്യം, മഗ്നീഷ്യം, ഇത് ഒരുമിച്ച് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റും അവൈലബിൾ ആണ്. മഗ്നീഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ്. ഈ വൈറ്റമിൻ ഡി ലെവൽ
നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 25 ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പറയാറ്. ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെവൽ കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സൂര്യ വെളിച്ചം ഇപ്പോൾ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് ഉടനടി ഇപ്പോൾ ഒരു ദിവസം സൂര്യ വെളിച്ചത്തിനോട് നമ്മൾ നിന്നു എന്നുള്ളതുകൊണ്ട് അടുത്ത ദിവസം അങ്ങനെ വൈറ്റമിൻ ഡി കൂടി വരില്ല. അത് 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സൂര്യ വെളിച്ചത്തിനോട് സൂര്യപ്രകാശത്തിനോട് എക്സ്പോസ്ഡ് ആയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനും സ്കിൻ ടോണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഓരോരുത്തരുടെയും സ്കിൻ ടോണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു UV ലൈറ്റിൻ്റെ വലിച്ചെടുക്കുന്ന ഇതും കൂടെ. കുറച്ചുകൂടി ഡാർക്ക് സ്കിന്നായിട്ടുള്ളവർ കുറേ നേരം സൂര്യ വെളിച്ചത്തിനോട് എക്സ്പോസ്ഡ് ആവണം. എന്നാൽ കുറച്ച് ലൈറ്റായിട്ട് സ്കിൻ കോംപ്ലക്ഷൻ ഉള്ളവർ അവർക്ക് കുറച്ച് നേരം തന്നെ നിന്നാൽ മതി, ഒരുപാട് നേരം നിൽക്കണം എന്നില്ല. അപ്പോൾ വൈറ്റമിൻ ഡി വീക്ക്ലി 1 ഡോസ് ആയിട്ട് 60K അങ്ങനത്തെ ഇതിൽ പവറിൽ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഇഫക്റ്റീവാണ്. അതിൻ്റെ കൂടെ തന്നെ കാൽഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുക. ഇനി മെഗ്നീഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഈ മെഗ്നീഷ്യം ഏതിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? അപ്പം മെഗ്നീഷ്യം നോക്കുകയാണെങ്കിൽ നമ്മളൊരു മീഡിയം അവക്കാഡോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 58 മില്ലിഗ്രാം നമുക്ക് ആവശ്യമുള്ള മെഗ്നീഷ്യം അതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ്സ് നമ്മളിപ്പോൾ ഉരുക്കി എടുക്കുകയാണ്, അതൊരു 1 ഔൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് 68 മില്ലിഗ്രാമോളം മെഗ്നീഷ്യം അവൈലബിൾ ആണ്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ്സ് എടുക്കാം. അതേപോലെ തന്നെ അവക്കാഡോ നല്ലതാണ്. നട്ട്സ്, കാഷ്യൂനട്ട്, ബദാം, പിസ്ത, ഇതിലൊക്കെ തന്നെ വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ മെഗ്നീഷ്യം കണ്ടൻറ്റ് അധികം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിത്തിലെല്ലാം തന്നെ, അതായത് ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്, ഇതിലെല്ലാം തന്നെ എള്ളിൻ്റെ, സെസമേ സീഡ്സ്, ഈ സീഡുകളിലെല്ലാം തന്നെ അധികം മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി തൊട്ട് കാൽഷ്യം എടുക്കുന്നവർ, അതായത് കാൽഷ്യം സപ്ലിമെൻ്റ് അല്ല, കാൽഷ്യം ഫുഡായിട്ട് എടുക്കുന്നവർ നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. കൂടെ തന്നെ മെഗ്നീഷ്യം സപ്ലിമെൻ്റ് അല്ലെങ്കിൽ മെഗ്നീഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടെ ഒരുമിച്ച് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിലെ കോച്ച് വലിപ്പ്, അതേപോലെ കാൽഷ്യം കുറവ് കൊണ്ടുള്ള ജോയിൻറ്റ് പെയിൻസ്, മസിൽസിലെ പേശികളിലുള്ള വലിവ്, ഇതൊക്കെ തന്നെ ബോഡി പെയിൻ, ദേഹം എപ്പോഴും വേദന ഉണ്ടാവുന്ന പ്രകൃതം, ഇതൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി മുതൽ സീറം കാൽഷ്യം, നമ്മൾ ബ്ലഡിൽ മാത്രം കാൽഷ്യം ലെവൽ ചെക്ക് ചെയ്താൽ പോരാ, വൈറ്റമിൻ ഡി അതിൻ്റെ കൂട്ടുകാരാണ്, അവനെയും കൂടി ഒന്ന് നോക്കണം. മാഗ്നീഷ്യം ലെവലും കൂടെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഭക്ഷണം ക്രമീകരിച്ച് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാവും. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.